ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പൈലറ്റ് ട്രെയിനിങ്ങിലേക്ക് വന്നിട്ടുള്ളത് നിറയെ സ്റ്റുഡൻസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് എമൗണ്ട് എന്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിലവാക്കിയതെന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് 8-9 വർഷം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് പൈലറ്റ് ട്രെയിനിയെ മാത്രം ഒരു 5-6 വർഷം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പേഷ്യൻസ് കാണിക്കാത്തത്? ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പറ്റിയ പണിയല്ല, അത് ഒരുപാട് പൈസ ഉള്ള ആളുകൾക്ക് പറ്റിയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, ഇവരെല്ലാവരും എയർലൈൻ പൈലറ്റുമാരായി ജോലി ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടിയായിരുന്നു ഇവരെല്ലാവരും പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടുകാരുണ്ടാക്കിയ സമ്പാദ്യവും നമ്മളെല്ലാം എടുത്തിട്ടുള്ള എഫേർട്ടും സമയവും എല്ലാം പാഴായി പോകും. ഇന്ത്യൻ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റിന് ഇന്ത്യയിൽ അപ്രൂവൽ ഇല്ല എന്നുള്ള വലിയൊരു അബദ്ധം അവർ തിരിച്ചറിയുന്നത്. എക്സ്പേർട്ട് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നവരെയും തിരിച്ചറിയുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓൾസോ ബിക്കമിങ് എ പൈലറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ജേർണി ഇൻ ദ വേൾഡ്. വെൽക്കം ടു ക്യാപ്റ്റൻസ് വിൻഡോ ടേക്ക് ഓഫ് ടോക്സ്. ഈ പോഡ്കാസ്റ്റ് സ്വപ്നങ്ങൾ വിറ്റയക്കുന്നതിനെ കുറിച്ചല്ല. ഇറ്റ്സ് അബൌട്ട് പ്രൊട്ടക്ടിങ് ദം. ഹിയർ വി ടോക്ക് അബൌട്ട് ഏവിയേഷൻ ദ വേ ഇറ്റ് ഈസ് ആക്ച്വലി ഈസ്, ദ കോസ്, ദ സ്ട്രഗിൾ, ദ ഫെയിലിയർ, ഒരു പൈലറ്റ് ആകുന്നതിന് പിന്നിലുള്ള സത്യം. Today's episode is special. We're joined by Captain Shahad Paramal, Student Success and Flight Training Advisor at Captain's Window. ഇന്ത്യയിലും അബ്രോഡിലും സ്റ്റുഡൻറ് പൈലറ്റിനെ ക്ലോസ്ലി ഗൈഡ് ചെയ്തിട്ടുള്ള സക്സസ് സ്റ്റോറീസും സൈലന്റ് ഡിസാസ്റ്റേഴ്സും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ. വെൽക്കം ക്യാപ്റ്റൻ ഷഹദ്. താങ്ക് യു. ഷഹദ്, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്യാപ്റ്റൻസ് വിൻഡോ ഇത്തരത്തിലൊരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ എന്തായിരുന്നു കാരണം? ഒരുപാട് സ്വപ്നങ്ങൾ പാതി വഴിയിൽ വെച്ചിട്ട് നമ്മൾ ആരും അറിയാതെ നിന്ന് പോകുന്നുണ്ട്. സ്റ്റുഡൻസ് ഒരുപാട് പാഷൻ വെച്ചിട്ടാണ് ഏവിയേഷനിലേക്ക് വരുന്നത്. പാരൻസും ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് വലിയൊരു എമൗണ്ട് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് ആക്കണം എന്നുള്ള ഒരു ഡ്രീമിൻ്റെ പിന്നാലെ പാരൻസ് എല്ലാം പോകുന്നത്. ഇതിന് രണ്ടിൻ്റെ മെഡയിൽ വെച്ചിട്ട് എന്തൊക്കെയോ മിസ്ലീഡിങ് ആയിട്ടുള്ള നിറയെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിറയെ സ്റ്റുഡൻസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പൈലറ്റ് ട്രെയിനിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ലക്ഷക്കണക്കിന് എമൗണ്ട് എന്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിലവാക്കിയതെന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസ് കിട്ടി, അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കാത്ത ഡെഡ് ലൈൻ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ്. മേ ബി 12 മാസം കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാനൊരു പൈലറ്റായിട്ട് കൊമേഴ്ഷ്യൽ പൈലറ്റായിട്ട് വർക്ക് ചെയ്യും, അതുപോലത്തെ കാര്യങ്ങൾ. ഇങ്ങനെ ഈ ഫീൽഡിൽ തെറ്റിദ്ധാരണകളുടെ പുറത്ത് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മൾ പറയുന്ന പോലെ ഈ നടുക്കടലിൽ പെട്ടൊരവസ്ഥ, അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനിൽ നിർബന്ധമായിട്ടും ഇങ്ങനൊരു പോഡ്കാസ്റ്റ് വരണമെന്ന് തോന്നി. കാരണം ഒരുപാട് പൈസ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ പിന്നാലെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ പണി വാങ്ങണ്ട എന്നുള്ള ചിന്താഗതിയിൽ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളോ ഒരു കുട്ടിക്ക് പോലും തോന്നരുത് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു തോട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന ബിഗ്ഗസ്റ്റ് ലൈ എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇഫ് യു ഹാവ് മണി ബിക്കമിങ് പൈലറ്റ് ഈസ് ഈസി. ഒരു പക്ഷേ ഇതായിരിക്കും നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ലൈ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി പണം വേണം, പക്ഷേ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരിക്കലും പൈലറ്റ് ആവുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഇത് കാണുന്ന പാരൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും പണത്തിൽ മാത്രമല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചറിലാണ്, അവരുടെ കോൺഫിഡൻസിലാണ്, നിങ്ങൾക്ക് മക്കളോടുള്ള നിങ്ങളുടെ വിശ്വാസത്തിലാണ്, അതുപോലെ അവരുടെ ഫ്യൂച്ചർ ഐഡൻറ്റിറ്റി, നാളെ അവരെന്തായി തീരണം, എങ്ങനെ ആയിരിക്കും അവർ ജീവിക്കുന്നത്, ഇതിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക, ഡിമാൻഡ് ക്ലാരിറ്റി. വലിയ ഫാൻസി ഓഫീസുകളിലും വലിയ വലിയ വാഗ്ദാനങ്ങളിലും ഫേക്ക് പ്രോമിസസിലും പോയി വീഴാതിരിക്കുക. കേരളത്തില് പൈലറ്റ് ട്രെയിനിങ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലത്ത് ക്യാപ്റ്റൻസ് വിൻഡോ എന്ന പേരിൽ അതും കോഴിക്കോട് തന്നെ തുടങ്ങാണ്ട സാഹചര്യം എന്തായിരുന്നു? ഇക്കാര്യത്തിന് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത് ക്യാപ്റ്റൻ ഷെഹസാദിനാണ്. ഈ ക്യാപ്റ്റൻസ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഏവിയേഷനിലുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ മറുപടി, അത് ഒരിക്കലും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമല്ല. മീൻസ് കാലിക്കറ്റ് പോലത്തെ, കേരളം പോലത്തെ ഒരു മാർക്കറ്റിൽ ഇത്രയും വലിയൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും അത് ഫിനാൻഷ്യലി ഫീസിബിൾ ആവുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒപ്പീനിയനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതേ സമയത്ത് ക്യാപ്റ്റൻ ഷെഹസാദിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു,
ഇതെന്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു ആൾക്ക്. എന്തുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? അതിന് വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഇതൊക്കെ പ്രാക്ടിക്കൽ ആവോ? അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് 6th ഇയറിലേക്ക് കടന്നു. ക്യാപ്റ്റൻ ഷെഹ്സാദ് പൈലറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അന്ന് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഞാൻ പറയാം. ഒന്ന് കോട്ടക്കൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ബാദുഷ. അവരിപ്പോൾ ഇൻഡിഗോയിലെ കമാൻഡറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തിരൂരുള്ള ക്യാപ്റ്റൻ അഫ്ര. ഇതുപോലത്തെ ആളുകളെല്ലാം ഒരേ സമയം ഫേസ് ചെയ്തിരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പറ്റിയ പണിയല്ല. അത് ഒരുപാട് പൈസയുള്ള ആളുകൾക്ക് പറ്റിയതാണ്. അതുപോലെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന തെറ്റിദ്ധാരണയാണ് ഇത് മുസ്ലിംസിന് പറ്റിയതല്ല. മുസ്ലിം കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജോലി കിട്ടൂല. ഇങ്ങനെ എവിടെ ചോദിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് മാത്രം തരുന്നൊരു സമയമായിരുന്നു ഇവരെല്ലാം പൈലറ്റായി വന്ന സമയം. അക്കാലത്ത് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ വളരെ ചുരുക്കം ആളുകളേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു വരിക്കോടൻ ലത്തീഫ് ക, നിലമ്പൂരുള്ള ഒരു ക്യാപ്റ്റൻ ഷാജഹാൻ, അതുപോലെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി അക്കാദമിയിലെ ഇപ്പോഴത്തെ CFI ക്യാപ്റ്റൻ രാജേന്ദ്രൻ, ഇങ്ങനെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. ബാക്കി ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് മാത്രം. ചുരുക്കം പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം. വർഷങ്ങൾ കഴിഞ്ഞു. ഇവരെല്ലാവരും എയർലൈൻ പൈലറ്റുമാരായി ജോലി ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടിയായിരുന്നു ഇവരെല്ലാവരും പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. 12th കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, CA ആകണം എന്നൊക്കെയാണല്ലോ. പക്ഷെ ഏവിയേഷനെ കുറിച്ച് പാരന്റ്സിനും സ്റ്റുഡൻസിനും കുറച്ച് മാത്രമേ അറിയൂ. എന്തുകൊണ്ടാണ് ഏവിയേഷൻ കോൺവെർസേഷന് ഇത്ര കുറവാവുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്ന് കരുതിയിട്ടാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കരുതുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് നമ്മുടെ പാരൻസിനും കുട്ടികൾക്കും വേണ്ട രീതിയിലുള്ള ധാരണയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പൈലറ്റ് എന്ന കരിയറിൻ്റെ ഒരു ബ്യൂട്ടി അത് അറിയൂല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നല്ല ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്, ഒരു 5 വർഷത്തെ പഠനം, 6 മാസത്തെ ഹൗസ് സർജൻസി, പിന്നെ PG, ഇതെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഒരു 9 വർഷം എടുക്കും. ഒരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഒരു CA ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു പൈലറ്റ് ആവാൻ ഒരിക്കലും ഇത്ര സമയം എടുക്കുന്നില്ല. മെഡിക്കൽ സ്റ്റുഡന്റിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് 8ഓ 9ഓ വർഷം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് പൈലറ്റ് ട്രെയിനിയെ മാത്രം ഒരു 5ഓ 6ഓ വർഷം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പേഷ്യൻസ് കാണിക്കാത്തത്? ഡ്രീം പ്രൊഫഷണലുകൾക്ക് ഈസി റൂട്ട്സ് ഇല്ല. അതുപോലെ തന്നെ ഏവിയേഷനിലും ഇല്ല. പൈലറ്റ് ആകാൻ സ്വപ്നം കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ മെസ്സേജ് കൊടുക്കാനുണ്ടോ? പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. അതാണ് പാഷൻ. ഓരോ ടേക്ക് ഓഫിന് മുമ്പും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആം ഐ കാപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്? ഓരോ സേഫ് ലാൻഡിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഒരിക്കലും പൈസ കൊണ്ട് നേടാൻ പറ്റാത്തൊരു കാര്യമാണത്. ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ അവർ ജോലി ചെയ്യുന്നതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർക്ക് കിട്ടുന്ന ഇൻകം ആവാം, പാഷൻ ആവില്ല. പക്ഷെ നമുക്ക് ഏതൊരു പൈലറ്റിനും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് ഇൻകം കിട്ടുന്നത്. അതിൻ്റെ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ഈ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടുകാരുണ്ടാക്കിയ സമ്പാദ്യവും നമ്മളെല്ലാം എടുത്തിട്ടുള്ള എഫേർട്ടും സമയവും എല്ലാം പാഴായി പോകും. എനിക്കറിയാവുന്ന നമ്മുടെയൊക്കെ ഇടയിലുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ചെറിയൊരു സാമ്പത്തിക ലാഭം നോക്കി ആരുടെയൊക്കെയോ ഉപദേശം കേട്ട് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഫ്ലൈറ്റ് സ്കൂളിൽ പോയിട്ട് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചു വന്ന് ഇന്ത്യൻ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റിന് ഇന്ത്യയിൽ അപ്രൂവൽ ഇല്ല എന്നുള്ള വലിയൊരു അബദ്ധം അവർ തിരിച്ചറിയുന്നത്. പിന്നീട് ഈ ആളുകൾ തിരിച്ചുപോയി കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു 20 മുതൽ 50 മണിക്കൂറോളം ഫ്ലൈ ചെയ്തു എന്നും പറഞ്ഞ് രേഖ ഉണ്ടാക്കി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ലൈസൻസ് എടുത്തിട്ടുള്ളത്. ഇവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതും ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഇതിൻ്റെ റിസ്കുകളും ഇതെല്ലാം വേറൊരു സാഹചര്യത്തിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു വന്നത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ അഡ്വൈസോ ഇതൊന്നുമില്ലാതെ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന നഷ്ടം അതൊരിക്കലും നികത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഫേക്ക് ആയിട്ടുള്ള അക്കാദമികളും എക്സ്പേർട്ട് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നവരെയും തിരിച്ചറിയുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. In aviation, you need patience, dedication, determination, and no shortcuts. Also, becoming a pilot is one of the most beautiful journey in the world.
Okay, thank you so much, Shahid. If this episode helped you, share it with a student or a parent who needs to hear this. Until next time, stay informed, stay grounded, and stay passionate. Once again, thank you so much for joining us on Captain's Window Takeoff Talks.